ഗിരിജയ്ക്ക് കറണ്ട് അടിച്ച് കൃത്രിമശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നതാണ്. അവനാ ജീവൻ രക്ഷിച്ചെന്ന്. അല്ല അതിനാ ഒരു കൃത്രിമശ്വാസം കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ലോ. അതിന് നിനക്കെന്തോ എത്ര ജീവനാ? വയറിങ് പോലും വലിക്കാതെ അവളെ വീട്ടിൽ നിന്നോ. നമുക്ക് പറയുവാ ഏതാ കാണിക്കുന്നത്? ഇവിടെ അവതരിപ്പിക്കുന്നത് ട്രെയിൻ പോന്ന്. വീട് അത് കാണിച്ചേ. അതേത് ട്രെയിനാണത്? വന്ദേ ഭാരതാ പോയെ. മരുന്ന് കഴിക്കുമ്പോ ഭക്ഷണക്രമം ഉണ്ടോന്നില്ല ഞാൻ ചോദിച്ചത്. ഉണ്ട്. ഇറച്ചി, മീന്, മുട്ട കഴിക്കണോ? കഴിക്കരുത്. എരി, പുളി, കാന്താരി കഴിക്കല്ലേ? കഴിക്കണം. പച്ചക്കപ്പ, മത്തിക്കറി കഴിക്കണോ? വേണ്ട, പൊതിഞ്ഞോണ്ട് പറഞ്ഞു. എനിക്ക് പത്യമില്ലല്ലോ. എന്തോ ചോദിച്ചണ്ണ? ഞാന് അല്പം എവിടെ കിട്ടി? അല്പം എന്നാ പറഞ്ഞേ. അല്പം പറഞ്ഞു വരട്ടെ. അല്പം കഞ്ഞി കുടിച്ചു. അല്പം കഞ്ഞി കുടിച്ചിട്ടിരിക്കുക. ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും അത്. ഗ്യാസിന്റെ പ്രശ്നം വന്നാൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ എന്നാ സൂര്യ ഒന്ന് വിളിക്കട്ടെ. സൂര്യ, എടി നീ ആ ഗ്യാസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എളുപ്പം വാങ്ങിയാൽ എന്റെ വയറ് എരിയുക. അയ്യോ, നിൽക്കുന്ന ഭടൻ എവിടെ? രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസുണ്ടല്ലോ. അത് കഴിഞ്ഞ മാസം കുറുങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാണം മോഷ്ടിച്ച കേസുണ്ട് തന്റെ പേരിൽ. ഞാൻ നടന്ന സംഭവം. ഇത് ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ നിർത്തോണ്ട് പോയി? എടാ, ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല ഇല്ല ഇല്ല. അതല്ല പക്ഷെ പുള്ളിയുടെ മകൻ പാടുവോ? മകൻ സൂപ്പർ പാട്ടാണോ? സൂപ്പർ പാട്ടല്ല. 3 മാസം ആ പുള്ളി വെളിയിൽ ഇറങ്ങാൻ അറിയാം. ഒന്നാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം. 2ാം ലോക മഹായുദ്ധം എളുപ്പമായിരുന്നു. 1ാം ലോക മഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ 4 ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു. सब लोगों की जिंदगी जो कभी न कदम को जाती है, सब लोगों की जिंदगी जो कभी न कदम को जाती है. മോഹൻ തോമസിൻ ചുറ്റിസ്റ്റാമന്റെ 4 നേരം വൃത്താനം വെട്ടി വീഴുകയെ കറങ്ങി നടക്കാതെ ഈ കലത്തി വന്ന് കയറാനാവാ. ഒരു കാടിനുള്ളിൽ കുയില് കൂട്ടി മുട്ടയിട്ടിരിക്കുന്നു. ഒരു വേടൻ അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന കുയിലിനുണ്ടാകുന്ന ഒരു അവസ്ഥ. ഉണ്ടായിരിക്കുന്നേ വേടനടുത്തേക്ക് മിന്റെ വെടിവെക്കെ ഇല്ലയോ? അവിടെ വയറിങ് ചെയ്തിട്ടില്ല. കൃത്രിമശ്വാസം കൊടുത്തെന്ന. അല്ലടി, ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് പണ്ടുണ്ടായിരുന്നു. അതപ്പൊ കൃത്രിമശ്വാസമല്ല, ശ്വാസം വിട്ടത് എന്തോ കൃത്രിമമായിരുന്നു. ഇതെങ്ങനെ തടിക്കും? ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും കഴിഞ്ഞാണോ? ഡേറ്റ് ഓഫ് ബർത്തോ? അത് കാലാവധി കഴിഞ്ഞത്. എന്നടാ ഫ്ലൈറ്റിൽ അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയതും ഒരുത്ത പുറകിൽ ഒറ്റ കീറ്. ഞാൻ തിരിഞ്ഞു നോക്കിയ ഒരു 10 എണ്ണത്തിന് അങ്ങ് വെട്ടി. ഒരുത്തന അടിച്ചു ഇതുവരെ പറ്റിയെന്തിനാ? മോനെ, ചൈന എല്ലാം ഒരുപോലെ ഇരിക്കും. ആരാന്ന് എങ്ങനെ അറിയാം? അവന്റെ ഭാര്യ ബംഗാളിൽ കൂടെ ഒളിച്ചോടി പോയി. അപ്പൊ മെസ്സേജ് അയച്ചു കൊടുക്കാത്തോണ്ട് സംഭവിച്ചല്ലേ? നീ പറഞ്ഞ നേരാണോ? സത്യമാണ്. എന്നാ സുരേഷിനോട് എന്റെ ഫോണിലുള്ള മെസ്സേജ് ഒന്ന് അയക്കാം. 100 നോട്ട് അയച്ചു കൊടുക്കുവോ? ഞാനോ? എടാ, വീട്ടിൽ അറിയിപ്പില്ലേ? പോട്ടെ. ഞാനൊരു ഉപകാരമാ ചെയ്തത്. ഞാൻ അടുക്കളയിൽ ചെന്നപ്പം പാത്രത്തിന്റെ അകത്ത് ഒരു പാമ്പിരുന്ന് ചീറ്റുന്നു. ഞാൻ അതുകൊണ്ട് ഈ കിണറ്റിലങ്ങിട്ടു. അപ്പൊ കുക്കർ കൊണ്ട് കിണറ്റിലിട്ടിട്ട് ഇരിക്കുക. എടാ നീ പൊടിയും വെച്ചാട്ടാ നിങ്ങളിത് എന്തുവാ കാണിച്ചത്? എന്തോടി? എന്റെ പാവാടയുടെ വള്ളിയാണോ നിങ്ങൾ മുറിച്ചെടുത്തത്? അയ്യോ, അതും കട്ട് ചെയ്തോ? വള്ളി റെഡിയാക്കി തരും. പെട്ടെന്ന് ആട്ടെ. എനിക്ക് നീ അവന്റെ അടികളൊന്നും എനിക്ക് വയ്യ. എന്തോ കാലക്കേടാന്ന് നോക്കാം. പഴങ്ങളിലെ രാജാവല്ലയോ? ആണോ? അതിന് വില കൂടുതല്. എനിക്കതിനകത്ത് യോജിപ്പൊന്നുമില്ല കേട്ടോ. അതെന്താ? രാജാവ് ആക്കോണി പൈനാപ്പിളെ ആക്കണം. അതിനകത്തില് കിരീടം ഉള്ളത്. എടാ, അശോകന്റെ മോനെ അണ്ണ അത് പഴവണ്ണ. പിന്നെ നീ എന്തുവാണെന്നാ വിചാരിച്ചത്?